ദിവസം 2 പെൺമക്കളെയായിട്ട് ഒരമ്മ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച വിവരം നമ്മളെല്ലാവരും അറിഞ്ഞതല്ലേ. വളരെയധികം സങ്കടം തോന്നിയ ഒരു വാർത്തയാണിത്. ഈ സ്ത്രീയുടെ ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് ഈ സ്ത്രീയുടെ ആത്മഹത്യ. ഇവർ രണ്ടും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഇവരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കുകയില്ലായിരുന്നു. ഇവനൊക്കെ എന്തിനാണ് കല്യാണം കഴിച്ചത്? ഒരു പെണ്ണിനെ പോറ്റാൻ ശേഷിയില്ലാത്തവനൊന്നും കല്യാണം കഴിക്കരുത്. ആ പെണ്ണിന്റെ കൂടെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ എങ്ങനെങ്കിലും ജീവിച്ചു പോയേനെ. അതും BSc നേഴ്സായ ഒരു സ്ത്രീയാണ്. അവരെ കല്യാണം കഴിച്ച അന്ന് മുതൽ തളച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ട് പോയപ്പോൾ ഈ ഭർത്താവിന്റെ സഹോദരനായ ഒരു പള്ളിയിലച്ചന് ഒരിടത്തും അവർക്ക് ജോലി കൊടുപ്പിക്കുകയില്ലായിരുന്നു. ഇവർക്ക് സഹോദരന്റെ ജീവിതം, കുടുംബം നശിപ്പിക്കണമെന്നൊരു ചിന്തയായിരുന്നു. തനിക്ക് കിട്ടാത്ത കുടുംബജീവിതം അനിയന് കിട്ടിയതിലുള്ള അസൂയ എന്ന് പറയാം. ഇയാളൊക്കെ എന്തിനാണ് ലോഹ ഇട്ടിരിക്കുന്നത്? ഈ ലോഹയൊക്കെ അഴിച്ചു മാറ്റി ഇയാൾക്കെന്നാ പിന്നെ അത്ര സൂക്കേടാണെങ്കിൽ ഒരു കല്യാണം കഴിച്ചുകൂടായിരുന്നു?